ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. വിശാൽ പാറുവിനോട് ചോദിക്കുകയാണ്, ഇത് ശേഖരമേനോനെന്ന് അറിഞ്ഞിട്ടും താൻ എന്താ എന്നോട് പറയാതിരുന്നത്? അത് പിന്നെ വിശാൽ സാർ, എനിക്കൊരു സംശയം കൂടി ഉണ്ടായിരുന്നു. പ്രഭാവതി അമ്മയുടെ ആദ്യത്തെ ഭർത്താവാണോ ഈ ശേഖരമേനോനെന്നായിരുന്നു എൻ്റെ സംശയം. ഇത് കേൾക്കുന്ന പ്രഭാവതിയും പ്രതാപനും ഞെട്ടലോടെ പാറുവിനെ നോക്കുകയാണ്. തുടർന്ന് വിശാൽ പറയുകയാണ്, അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിലും തനിക്കത് എന്നോട് സൂചിപ്പിക്കാമായിരുന്നു. ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനം വിശ്വാസമാണ്. ആ വിശ്വാസം നശിച്ചാലേ പിന്നെ ആ ബന്ധത്തിന് ഒരടിസ്ഥാനവുമില്ല. ഇവിടെ ഇപ്പോൾ അതാ സംഭവിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു നമ്മുടെ മനസ്സുകൾ തമ്മിൽ ഒരുപാട് അകലത്തിലാണെന്ന്. സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ്, നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാനുമില്ല. ഇനി എനിക്ക് തന്നോട് ഒന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞ് വിശാൽ മുറിയിലേക്ക് പോകുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് പാർവതി. അതേസമയം ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രഭാവതിയും സുശീലയും ജാസ്മിനും. പിന്നീട് കാണിക്കുന്നത് ശേഖരനെയാണ്. എന്താണെങ്കിലും ആ സമയം അവിടുന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് തന്നെ നല്ല കാര്യം. പക്ഷേ ഇപ്പോൾ പാർവതിയുടെ അവസ്ഥ എന്തായിരിക്കും? പ്രഭാവതി ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. മരിക്കുന്നതിന് മുമ്പ് വിശാലിനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ എന്നെ കൊണ്ട് കഴിയണം. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടെ നിൽക്കുന്ന വിശാലിനെയാണ്. രാത്രി നടന്ന കാര്യങ്ങളെല്ലാം വിശാൽ ഓർക്കുന്നു. അമ്മയുടെ വാക്കുകേട്ട് ശേഖരമേനോനെ വിടാനേ പാടില്ലായിരുന്നു. ഇവിടെ വെച്ച് തന്നെ അയാളെ തീർക്കണമായിരുന്നു. അമ്മ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ പാർവതിയും എന്നെ ചതിക്കുകയായിരുന്നു. എന്നെ മാത്രമല്ല, ഈ കുടുംബത്തിനെ മുഴുവൻ പാർവതി ചതിക്കുകയാണ് ചെയ്തത്. അതേസമയം പാറു വിശാലിന്റെ മുറിയിലേക്ക് വരികയാണ്. വിശാൽ സാർ എന്ന് പാറു വിളിക്കുമ്പോൾ വിശാൽ ദേഷ്യത്തോടെ പറയുകയാണ്, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട, നീയൊന്നും പറയുകയും വേണ്ട. നമുക്കിടയിൽ ഇനി ഒരു ബന്ധവുമില്ല. തന്നെ വിശ്വസിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. വിശാൽ സാർ, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് പാറു പറയുമ്പോൾ വിശാൽ ദേഷ്യത്തോടെ പറയുകയാണ്, തെറ്റല്ല, മഹാപാപം തന്നെയാ താൻ ചെയ്തത്. എൻ്റെ അമ്മയെ കൊന്നയാളെ താൻ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു. അയാൾക്ക് എൻ്റെ അമ്മയെ കൊന്ന പോലെ പ്രഭാവതി അമ്മയും കൊല്ലണമായിരുന്നു. അതിന് അയാൾ തന്നെ കൂട്ടുപിടിച്ചു. പക്ഷേ അയാളുടെ വലയിൽ താൻ എങ്ങനെയാ വീണതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം മാത്രം അറിയാം, താൻ അയാൾക്കൊപ്പം ചേർന്ന് ഞങ്ങളെല്ലാവരെയും ചതിക്കാനാ നോക്കിയത്. സാറിനോട് ഞാൻ കാര്യങ്ങളെല്ലാം വിശദമായി പറയാം, അപ്പോൾ സാറിന് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും പാറു പറയുന്നു. അതേസമയം വിശാലിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയും വിശാൽ പുറത്തേക്ക് പോവുകയും ചെയ്യുകയാണ്. ശേഖരനായിരുന്നു വിശാലിന്റെ ഫോണിലേക്ക് വിളിച്ചത്. ഞാൻ ശേഖരമേനോനാണെന്ന് അയാൾ പറയുമ്പോൾ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വിശാൽ. എന്ത് ധൈര്യമുണ്ടായിട്ടാ താൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചത്? താൻ എവിടെയാണെങ്കിലും ഞാൻ തന്നെ കൊല്ലുമെന്നും വിശാൽ പറയുമ്പോൾ ശേഖരൻ പറയുകയാണ്, വിശാൽ, എനിക്കറിയാം വിശാലിന് എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് വിശാലിനോട് കുറച്ച് കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. വിശാല് അമ്മയെ പോലെ സ്നേഹിക്കുന്ന പ്രഭാവതി ഉണ്ടല്ലോ, അവള് മഹാവഞ്ചകിയാണ്. അവള് നിങ്ങളെല്ലാവരെയും പറ്റിക്കുകയാണ്. അവള് നിന്നോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യങ്ങളുമെല്ലാം കപടമാണ്. അത് നിനക്ക് ബോധ്യപ്പെടുകയും വേണം. ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ്, എടോ, താൻ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. തൻ്റെ വലയിൽ ഞാൻ വീഴുകയുമില്ല. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വാ. പ്രഭാവതിക്കെതിരെയുള്ള തെളിവുകളെല്ലാം ഞാൻ നിനക്ക് കാട്ടിത്തരാമെന്നും ശേഖരൻ പറയുന്നു. ഞാനുള്ള സ്ഥലം പറയടോ, എനിക്ക് തന്നെ കാണാൻ ഒരു പേടിയുമില്ലെന്ന് വിശാൽ പറയുമ്പോൾ ഞാനിവിടെ പുഴക്കരയുടെ അടുത്തുണ്ടെന്നും അങ്ങോട്ടേക്ക് വരാനും ശേഖരൻ പറയുന്നു. തുടർന്ന് വിശാല മുറിയിലേക്ക് വന്ന് തൻ്റെ തോക്കെടുക്കുകയാണ്. പാർവതി വിശാലിനെ തടയാൻ ശ്രമിക്കുമ്പോൾ പാറുവിനെ ബെഡിലേക്ക് തള്ളിയിട്ടിട്ട് കതക് പൂട്ടി വിശാൽ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വിശാൽ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ പാറുവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഗാർഗി അങ്ങോട്ടേക്ക് ചെന്ന് കതക് തുറന്നു കൊടുക്കുകയാണ്. എന്താ പാർവതി, എന്താ ഉണ്ടായതെന്ന് ഗാർഗി ചോദിക്കുമ്പോൾ വിശാൽ സാറ് തോക്കെടുത്തോണ്ട് പോയി, ശേഖര മുത്തശ്ശനെ കൊല്ലാനാ പോയതെന്നും പാറു പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ഗാർഗി. തുടർന്ന് പാറുവും ഗാർഗിയും കൂടി താഴേക്ക് ഇറങ്ങി വരികയാണ്. പ്രഭാവതി എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ വിശാല് തോക്കുമെടുത്തുകൊണ്ട് ശേഖര മുത്തശ്ശനെ കൊല്ലാൻ പോയെന്ന് പാറു പറയുകയാണ്. എൻ്റെ പാർവതി, നീ ടെൻഷൻ അടിക്കാതെ, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ വിളിച്ചു പറയാമെന്ന് പറഞ്ഞ് പ്രഭാവതി വിശാലിനെ വിളിക്കുന്നുണ്ടെങ്കിലും വിശാല് കോൾ എടുക്കുന്നില്ല. എനിക്കെന്താണെങ്കിലും ഇനിയും കാത്തിരിക്കാൻ വയ്യെന്ന് പറഞ്ഞ് പാറു ഗാർഗിയും കൂട്ടിക്കൊണ്ട് വിശാലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇത് കാണുന്ന പ്രഭാവതി മനസ്സിൽ പറയുകയാണ്, പാർവതി ഇപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുകയാണെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊന്നും നടത്തിയെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഇത് എങ്ങനെയെങ്കിലും തടയണമെന്നും പ്രഭാവതി മനസ്സിൽ പറയുന്നു. അതേസമയം വിശാലിനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാനായി കാത്തിരിക്കുകയാണ് ശേഖരൻ. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പ്രഭാവതി പ്രതാപനോട് പറയുകയാണ്, പ്രതാപ, വിശാൽ ഇതിനോടകം തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ട്. അതിനെന്താ ചേച്ചി, വിശാൽ എന്താണെങ്കിലും അയാളെ കൊന്നിട്ടേ തിരിച്ചു വരൂ. പക്ഷേ അങ്ങനെയല്ല പ്രതാപ, ചാണക്യ ബുദ്ധിയുള്ളവനാ ആ ശേഖരൻ. ഇത് കേൾക്കുന്ന പ്രതാപൻ അതിനെക്കുറിച്ച് ഓർക്കുകയാണ്.
ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.